അലിൻ ജോസ് പെരേരനെ ഒരു സ്റ്റേജ് പരിപാടിയുടെ ഇടയിൽ നിന്ന് ഷാഫി കൊല്ലത്തിന്റെ ഒരു സ്റ്റേജ് പരിപാടിയുടെ പ്രോഗ്രാമിന്റെ ഇടയിൽ നിന്ന് പുള്ളിയെ സ്റ്റേജിൽ നിന്ന് ഇറക്കി മാറ്റി എന്ന് പറയുന്നു. പുള്ളി അവിടെ നിന്ന് അപമാനിച്ചിറക്കി വിട്ടെന്ന് പറയുന്നു. പുള്ളിയെ ക്ഷണിച്ചു വരുത്തിയതാണെന്ന് പുള്ളിയും പറയുന്നു. പുള്ളിയുടെ കൂടെ അയക്കുന്ന മറ്റേ ഗണ്ടാടായ ദജ്ജാലിനെ കണക്കിരിക്കുന്ന ഒരുത്തനും പറയുന്നുണ്ട്. കേട്ടിട്ട് വാ. ഇന്നലെ എന്താ സംഭവിച്ചേ? ഇന്നലെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു സംഭവം നടന്നു. അവിടെ ഷാഫി കൊല്ലത്തിന്റെ ഒരു പരിപാടിക്ക് പോയിട്ട് പുള്ളിനെ വിളിച്ചു വരുത്തിച്ചതാണ്. ഇപ്പൊ ഷാഫി കൊല്ലത്തിന്റെ പരിപാടിക്ക് വിളിച്ചു വരുത്തിച്ചതാണ്. എന്നിട്ട് സ്റ്റേജിൽ കയറ്റിയിട്ട് പുള്ളിനെ ഇറക്കി വിട്ട്. അതിനെ കുറിച്ച് ഒന്ന് 2 വാക്ക് പറഞ്ഞു. അത് എന്നെ വിളിച്ചത് മാന്യമായിട്ടുള്ള വിളിയാണ്, തിരിച്ചാക്കിയതും മാന്യമായിട്ട്. ആരാ വിളിച്ചത്? പരിപാടിക്ക് വിളിച്ചാരാ? പരിപാടിക്ക് വിളിച്ചത് പരീക്കുട്ടി ചേട്ടനാണ്. പരീക്കുട്ടി ബിഗ് ബോസിലുണ്ടായിരുന്നു. പ്രതിഫലം വാങ്ങിച്ചിട്ട് പോയതല്ല, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് പോയതാണ്. കാരണം പുള്ളിയായിട്ട് ഞാൻ നേരിട്ട് തുണ്ടുന്ന പടത്തിന്റെ ലൊക്കേഷനിൽ ഞാൻ കണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോണിലൂടെ മെസ്സേജിങ് ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റേജ് പരിപാടി ഉണ്ടല്ലോ, അവർ വിളിച്ചോ വിളിക്കാതിരിക്കുകയോ ഇറക്കി വിടുക എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അവർ മര്യാദയ്ക്ക് വന്ന് ഇറക്കി വിടുന്ന കണക്കാണ് എനിക്ക് തോന്നുന്നത്, പറഞ്ഞു മാറ്റുന്ന കണക്കാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അതിന്റെ ഭാരവാഹികൾക്കോ ആർക്കോ പുള്ളി കാണിച്ചത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ ആ ഡാൻസ് ഒന്നും വേണ്ട എന്ന് തോന്നിക്കാണും. അതൊക്കെ അവരുടെ കാര്യം. പക്ഷേ പുള്ളിയെ പൈസ കൊടുത്ത് കല്യാണത്തിനും അതിനും പ്രോഗ്രാംസിനും ഒക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരുമാതിരി തെണ്ടിത്തരങ്ങൾ കാണിക്കുന്നു. അതായത് അവിടെ വെച്ച് നാണം കെടുത്തുന്ന, ഷർട്ടൊക്കെ വലിച്ച് ചെയ്യുന്ന കണക്കത്തൊക്കെ ഒരു പ്രവണത ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോ നിങ്ങൾ പൈസ കൊടുത്ത് വിളിച്ചുകൊണ്ട് വരുന്നു, നിങ്ങൾ വിളിച്ചുകൊണ്ട് വരുന്ന ആളാണ്. പുള്ളിയുടെ ഒരു ജീവിതമാർഗം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. 5000 10,000 കൊടുത്ത് നിങ്ങൾ ഗസ്റ്റിനെ കണക്ക് വിളിച്ചുകൊണ്ട് വരുന്നത് അറിയാം. കളിയാക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരു കോമാളിയായിട്ടാണ് വേഷം കിട്ടി അവിടെ വരുന്നതെന്ന് പുള്ളിക്ക് തന്നെ അറിയാം. പുള്ളിക്ക് അറിയാതിരിക്കും. പുള്ളി മണ്ടനോ ബുദ്ധി ഉള്ള ആളൊന്നുമല്ല. പുള്ളിയുടെ ജീവിതമാർഗം അല്ലെങ്കിൽ പുള്ളിക്ക് റീച്ച് ഉണ്ടാവാൻ വേണ്ടി, പുള്ളിക്ക് സോഷ്യൽ മീഡിയയിൽ ഫെയിം ഉണ്ടാവാൻ വേണ്ടി പുള്ളി ചെയ്യുന്നതാണ് അത്. ഞാനും കളിയാക്കാറുണ്ട്. പുള്ളിയുടെ ചില വീഡിയോ ആണെങ്കിൽ ഞാനും എടുത്ത് വെച്ച് പോസ്റ്റ് ചെയ്യാറുണ്ട്, ഞാനും എടുത്ത് വെച്ച് കളിയാക്കാറുണ്ട്. എല്ലാം ശരിയാണ്, ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് ഇമാതിരി കോപ്രായം കാണിക്കുന്നത് ഈ ഫോണും കൊണ്ട് ഇപ്പൊ ഈ കാണിച്ച പരിപാടി ഉണ്ടല്ലോ, അത് മാസല്ല, തന്തയില്ലാമ തരുമോ? നിങ്ങൾക്ക് വിളിച്ചു വരുത്തിയ അങ്ങേരെ നാണം കെടുത്തേണ്ട ആവശ്യമുണ്ടോ? ആ ഫോണ് വെച്ച് വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന മൈത്താണ്ടികളെടുത്തായിട്ടാണ് അവരൊക്കെ മൈത്താണ്ടികളെ പറ്റിയാണ് പറയുന്നത്. എന്ത് കിട്ടുന്നതാണ് നിനക്ക് ഇതിന്? നിങ്ങളൊരു സന്തോഷത്തിന് വേണ്ടിയാണ് കൊണ്ടുവരുന്നത്, ഓക്കെ ശരി. പക്ഷെ അതൊരിക്കലും മറ്റൊരു തന്നെ നാണം കെടുത്തുകൊണ്ടാവരുത്. അതിന്റെ ആവശ്യമില്ല. വിളിച്ചു വരുത്തി നാണം കെടുത്തുന്നത് എന്തോ വലിയ സംഭവമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വെറും തന്തയില്ലാമ തരുന്നത്. എന്തിനു ചുമ്മാ 10,000 കൊടുത്ത് അങ്ങനെ വിളിച്ചുകൊണ്ട് വരണം? നിന്റെ തന്തേനൊക്കെ ഇതുപോലെ കോട്ടി നിർത്തിയിട്ട് ഇങ്ങനെ കോട്ടിട്ട് നിർത്തിയിട്ട് എന്നിട്ട് ചുറ്റിനും ഇങ്ങനെ നടന്ന് ഒപ്പന കളിച്ച് കൈയും കൊട്ടി ഒപ്പന കളിച്ച് വീഡിയോ എടുത്താൽ പോലെ ഇടണം. എന്തിനാ അവനെ പൈസ കൊടുത്തോന്ന് ചുമ്മാ നാണം കിടത്തണം? നിന്റെയൊക്കെ തന്തേനൊക്കെ കൊണ്ടുവന്ന് നിർത്തിയാൽ പോലെ ഇടണം. അപ്പോ എന്തോ പുള്ളി കോപ്പറയും കാണിക്കുന്നു, പുള്ളിയ രീതിയിൽ കോമളത്തിലൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇങ്ങനെ കാണിക്കുന്നത് ശരിയായിട്ട് തോന്നില്ല. അറ്റ്ലീസ്റ്റ് ഈസ് എ ഹ്യൂമൻ ബീങ് എന്നുള്ള ഒരു കൺസിഡറേഷൻ കൊടുക്കുക. വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് പ്ലീസ് ഒഴിവാക്കുക. അങ്ങേ രീതിയിൽ എന്തോന്ന് വെച്ചാൽ കാണിച്ചോട്ടെ. പക്ഷെ നിങ്ങളായിട്ട് കൊണ്ടുപോവുകയോ വിളിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഒരു റെസ്പെക്ട് കൊടുക്കുക.